അസ്സലാമലൈക്കും. എല്ലാവർക്കും സിയോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ് 9 ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ എടുക്കാനാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട് അത് നല്ല എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. കൂടുതലും അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വീണ്ടും പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സംഭവം കൊടുക്കാം. സ്റ്റോൺ ഏജ്, പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ് എന്നോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റൽ ഏജ്, ബോൺ ഏജും അയൺ ഏജും. ഈ ഒരു സംഭവമാണ് ശരിക്കും നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ തെളിയിച്ച് പറയുകയാണെങ്കിൽ വെറും ഈ ഒരു പാഠത്തിൽ ഈ ഒരു സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങളാണ് നമ്മൾ ഏത് പാഠത്തിൽ പഠിക്കുന്നത്? ഈ പാഠത്തിൽ പഠിക്കുന്നത്. നമുക്ക് പറയാം, ഹൗ ഡസ് ഹി സേ അബൌട്ട് ദ കൈൻഡ് ഓഫ് ടൂൾസ് that were using by human to protect wild animals from wild animals. അവർ വൈൽഡ് എലിമെൻസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്റ്റോൺ ഏഗ്സ് ഉണ്ട്, കല്ലുകൊണ്ടുള്ള മഴു. എന്താണ് കല്ലുകൊണ്ടുള്ള മഴു? പിന്നെ സ്പിയർ വരുന്നുണ്ട്. സ്പിയർ നിങ്ങൾക്ക് അറിയില്ലേ? മായാവിയിലെ ലുട്ടാപ്പി അറിയില്ലേ? ലുട്ടാപ്പി എപ്പോഴും നമ്മൾ ഈ ഇപ്പോൾ കറണ്ടിൻ്റെ വണ്ടിയുണ്ട്, അതേപോലെ തന്നെ നമ്മൾ പെട്രോൾ ഡീസലിന് കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്. ഇതൊന്നും വേണ്ട. നമ്മൾ ലുട്ടാപ്പി എന്തിലാണ് പോകുന്നത്? കുന്തത്തിലാണ് പോകുന്നത്. ഇതൊരു മായാജാലമാണെങ്കിലും അവർ കുന്തത്തിലാണ് പോകുന്നത്. അത് ലുട്ടാപ്പിയുടെ കുന്തമാണ് സ്പിയർ. സ്പിയർ കൊണ്ട് സ്റ്റോൺ നീഡിലുണ്ട്. സ്റ്റോൺ നീഡിൽ അറിയില്ലേ? കല്ലുകൊണ്ടുള്ള ഇത് സൂചി. പിന്നെ വുഡൻ പീസ് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മളുടെ ഇതിനെ പറ്റി പറയുകയാണെങ്കിലുണ്ട്. ഇനി പറയുകയാണെങ്കിൽ, വാട്ട് വുഡ് ബി ദ പ്രോസസ് ഫോർ വിച്ച് ഹ്യൂമൻ ഇൻ ദാറ്റ് പീരീഡ് യൂസ്ഡ് സച്ച് ടൂൾസ്? ആ കാലത്തുണ്ടായിരുന്ന ആളുകൾ ഏതൊക്കെ കാര്യത്തിനാണ് നമ്മളുടെ ഈ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫോർ ഹണ്ടിങ് ഒരു മെയിൻ കണ്ടന്റാണ്. അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോൺസിലൊരു മെയിൻ ഓപ്ഷനാണ് ഹണ്ടിങ് എന്നുള്ളത്. അവർക്ക് വേട്ടയാടി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ വേട്ടയാടൽ ഒരു ഇതായിരുന്നു. ഫോർ പ്രൊട്ടക്ഷൻ ദംസെൽഫ് ഫ്രം എനിമൽസിൽ നിന്നും അവർക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ സ്റ്റോൺ ഏജിനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ humans used stone to make tools and weapons during that period. Historical description in place such stone ages. അതായത് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൂൾസും വെപ്പൺസും സ്റ്റോൺസും കൊണ്ട് നിർമ്മിച്ച ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പീരീഡിനെയാണ് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി പറയുകയാണത് ദ സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3. മൂന്നാക്കി നമ്മുടെ സ്റ്റോൺ ഏജിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിയോളിത്തിക്, അതേപോലെ തന്നെ മെസോളിത്തിക് ആൻഡ് നിയോളിത്തിക് എന്നീ 3 ടൈപ്പിൽ. ഈ പാലിയോളിത്തിക്, നിയോളിത്തിക്, മെസോളിത്തിക് ഒക്കെ നമ്മൾ 8th പഠിച്ചതാണ് കേട്ടോ. ബട്ട് അതിനെക്കാട്ടി കുറച്ചും കൂടി വിശദീകരിച്ചാണ് നമ്മൾ 9th പഠിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. അതായത് ഈ സ്റ്റോൺ ഏജിൽ തന്നെ നമ്മൾ പാലിയോളിത്തിക്, മെസോളിത്തിക് ആൻഡ് നിയോളിത്തിക് 3 ടൈപ്പിലായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ ഈ പാലിയോളിത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ടല്ലോ, ഈ പേര് അതിനെങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അത് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ്. നമ്മളെ പാലിയോളിത്തിക്കിൽ വരുന്നത് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ്. അതായത് നമ്മൾ സാധാ കല്ല് കൊണ്ടാണ് നമ്മളെ പാലിയോളിത്തിക്കിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് മാറ്റങ്ങൾ വരികയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മുടെ പാലിയോളിത്തിക് ഏജ് എന്ന് പേര് വരാൻ കാരണം എന്താണ്? പാലിയോൾസ് എന്നുണ്ട്. പാലിയോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഡബിൾ മീനിങ് ആണ്.
ഓൾഡ് ആൻഡ് ലിത്തിസ് എന്ന് വെച്ചാൽ സ്റ്റോൺ ആണ്. അപ്പോൾ ഓൾഡ് സ്റ്റോൺ എന്നാണ് നമ്മൾ പാലിയോലിത്തിക് ഏജിൻ്റെ പാലിയോലിത്തിക് എന്നുള്ളതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് പാലിയോലിത്തിക്കിനെ പറ്റി പഠിക്കാം. ദ പാലിയോലിത്തിക് ഏജ് ഈസ് യൂസിങ് ഫോർ റഫ് സ്റ്റോൺസ് ടൂൾസ്. അവിടെ പ്രത്യേകിച്ച് ജസ്റ്റ് നമ്മൾ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് റഫ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോൺ ടൂൾസ് മാത്രമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദർ ആർ 3 മെയിൻ സ്റ്റേജസ് ഓഫ് യൂസ് ഓഫ് എന്താണ് ടൂൾസ്. ആ ഒരു ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാൻ തന്നെ 3 സ്റ്റേജസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് 3 സ്റ്റേജസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്? യൂട്ടിലൈസേഷൻ, ഫാഷിനേഷൻ ആൻഡ് സെറ്റൻഡറൈസേഷൻ. ഇങ്ങനെ 3 ടൈപ്പിലാണ് അതുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഓരോന്നിനെയും പറയാം. യൂട്ടിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ് അവൈലബിൾ. ഏത് രീതിക്കാണോ ഇത് കിട്ടിയിട്ടുള്ളത് അതേ ഷേപ്പിലാണ് ഇവർ അതിനെ എന്ത് ചെയ്യുന്നത്, ഹണ്ട് ചെയ്യാനും ബാക്കിയുള്ള എല്ലാ സംഭവത്തിനും യൂസ് ചെയ്യുന്നത്. അതായത് ഇവർ ഇതിൻ്റെ ഷേപ്പ് മാറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അതാണ് യൂട്ടിലൈസേഷനിലുള്ളത്. ആൻഡ് ഫാഷിനേഷനിൽ ഇവരുടെ തന്നെ ഇവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയതിനെ തന്നെ ഇവർക്ക് എന്താവശ്യമാണോ ഉള്ളത് അതിനനുസരിച്ച് ഷേപ്പിൽ ഇതിനെ ചേഞ്ച് ചെയ്യാണ്. ഇവർക്ക് കിട്ടിയ ആ ഒരു ടൈപ്പ് ഓഫ് ഇവർക്കൊരു രീതിയിൽ കിട്ടി, അതിനെ അവർ വിചാരിച്ചു ഇത് ഇങ്ങനെ ഒരു സംഭവത്തിന്, ഇത് ഹണ്ടിങ്ങിന് അല്ലെങ്കിൽ ഇത് സ്റ്റിച്ചിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അവർക്ക് നല്ല നീളത്തിലുള്ള ഒരു സ്റ്റോൺ കിട്ടിയെന്ന് വിചാരിക്കുക. ആ സ്റ്റോൺ എന്ത് ചെയ്തു, അവർക്ക് മനസ്സിലായി ഇത് എന്തിൻ്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അതൊരു നീളത്തിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുന്നാനൊക്കെ യൂസ് ചെയ്യാം അല്ലേ, നീഡിലായിട്ടൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ അവരൊരു തീരുമാനം എടുത്തു. എന്നിട്ട് അതൊരു ഷേപ്പാക്കി, എന്ത് ചെയ്തു, ഒരു ഷേപ്പിൽ ആക്കി. അതായത് അവരെന്ത് ചെയ്തു, അത് തുന്നാനുള്ളതാണ്. അപ്പം നല്ല വലിയ സൂചിയൊന്നും നമുക്ക് തുന്നാൻ വേണം നല്ല അധികം കട്ടിയുള്ള. അപ്പോൾ അവരെന്ത് ചെയ്തു, അതിനെ കുറച്ച് ഷാർപ്പാക്കി ചെറുതാക്കി മാറ്റി, അങ്ങനെ തിൻ പീസാക്കി മാറ്റി. അങ്ങനെ പല രീതിയിലും അവർക്കത് ചേഞ്ച് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് ഫെസിനൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസേഷനിൽ പറയുകയാണെങ്കിൽ ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പിയർ ടൂൾസ് ഇൻ സച്ച് പ്രോസസ്. എന്ത് യൂസിനാണോ അവരത് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച രീതിയിൽ അവരെന്ത് ചെയ്യും, അത് ക്രമീകരിക്കും. ആ ഒരു സംഭവത്തിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ക്രമീകരിക്കും. അതാണ് ഈ ഏജിൻ്റെ ഒരു കുറച്ച് എക്സാമ്പിൾസും അങ്ങനെ ഒരുപാട് സംഭവം കാണിക്കുന്നുണ്ട്. കേവിൽ വരച്ചിട്ടുള്ള കുറച്ച് ഫിഗേഴ്സും എന്തൊക്കെയാ, ഫ്രാൻസിൽ നിന്ന് കണ്ടുപിടിച്ച കേവിൽ വരച്ചിട്ടുള്ള കുറേ ഫിഗേഴ്സ് ഉണ്ട്. ഒരു വുമൻ്റെ പിക്ചർ കാണാം, അതേപോലെ തന്നെ വലിയൊരു ജീവിയുടെ പിക്ചർ കാണാം. ഫ്രാൻസിൽ തന്നെ ഒരുപാട് പിക്ചേഴ്സ്, കുറേ സ്റ്റാറ്റ്യൂ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എക്സാമ്പിൾ എന്ന ഒരു രീതിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി പാലിയോലിത്തിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പാലിയോലിത്തിക്കിൽ തന്നെ തെളിവുകൾ വേണമല്ലോ. അതായത് നമ്മൾ പാലിയോലിത്തിക് ഏജിൽ തന്നെ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അത് എവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഓരോ തെളിവുകൾ വേണമല്ലോ. അപ്പോൾ നമ്മളുടെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവൈലബിൾ ആണ്. ഒരു പിക്ചർ, ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, മാപ്പ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതൊരു മെയിൻ എക്സാമ്പിളാണ് നമ്മളുടെ എന്തിനുള്ള തെളിവിനുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മളെ പാലിയോലിത്തിക് ഏജിലും ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു, അവർ ഇന്ന സാധനങ്ങൾ യൂസ് ചെയ്തിരുന്നു, കേവ്സിൽ പിക്ചേഴ്സ് വരച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ഇന്ന് പാലിയോലിത്തിക്കിനെയും പിന്നെ മെസോലിത്തിക്കിൻ്റെ പകുതി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് പഠിക്കുന്നത്. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, കാരണം ഇതിന് പകുതി തന്നെ നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ല. ഒരു 2 പാർട്ടിൽ നമുക്കിത് അവസാനിപ്പിക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് എടുക്കും, അതിൻ്റെ നാളെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വിടും. ഓക്കെ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ലെസ്കോ കേവ്, ലെസ് ഗർമ കേവ്, പിന്നെ വരുന്നത് കുസാക്ക് കേവ്, പിന്നെ ഷോവേ കേവ്, സറൈസക്
ഇങ്ങനെ ഒരുപാട് കേവ്സും കാര്യങ്ങളൊക്കെ നമ്മളതിൽ കൊടുത്തു. ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അതിന് നമുക്കൊരു സ്റ്റോറി കേൾക്കാം, എന്നിട്ട് നമുക്ക് ആ ഒരു സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറി പഠിക്കാം എന്നത് നമുക്ക് ആ ഒരു സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ മിന്നു ഉണ്ട്, ചിന്നു ഉണ്ട്. ആരൊക്കെയുണ്ട്? മിന്നു ഉണ്ട്, ചിന്നു ഉണ്ട്. ഒരു ബോയും ഗേളും ആണ് കേട്ടോ. മിന്നു ഉണ്ട്, ചിന്നു ഉണ്ട്. ഓക്കെ, മിന്നു ആണ് ഗേള്, ചിന്നു ആണ് ബോയ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മിന്നു ഉണ്ട്, ചിന്നു ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇങ്ങനെ തിങ്ക് ചെയ്യാണ്. എന്താണ് അവർ ആലോചിക്കുന്നത്? ഇവർ പാലിയോലിത്തിക് ഏജിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോൾ ഉള്ളത് പാലിയോലിത്തിക് ഏജിലാണ്. അപ്പോൾ ഇവരെങ്ങനെ ജീവിക്കും, നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന കാര്യങ്ങളൊക്കെയാണ് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളേതായിട്ട് തന്നെ നിങ്ങളുടെ കോൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവും കേട്ടോ. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇവരിങ്ങനെ ആലോചിക്കും നമ്മൾ എവിടെ താമസിക്കും എന്നിങ്ങനെ ആലോചിക്കുക. അപ്പം നമ്മൾ ചിന്നു പറയുകയാണ്, നമുക്ക് ഏതെങ്കിലും കേവ്സിൻ്റെ ഉള്ളിൽ താമസിക്കാം, ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ താമസിക്കാം. അപ്പം തന്നെ ചിന്നു ഇങ്ങനെ ആലോചിക്കുക, ഇനി നമുക്ക് എത്രങ്ങാനും ആളുകളുണ്ട്, അപ്പം നമുക്ക് ഇനി ഗുഹ കിട്ടിയില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താണ് നമ്മളെ മിന്നു പറയുന്നത്? നമുക്ക് പുറത്ത് ഗുഹേൻ്റെ ഉള്ളിൽ തന്നെ താമസിക്കണം എന്നില്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് പ്ലേസിലും താമസിക്കാം എന്നാൾ പറയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമുക്ക് താമസിക്കാനുള്ളൊരു സെക്ഷൻ പഠിച്ചു. ഓക്കെ, ലീവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്. ഒന്നല്ലെങ്കിൽ നമുക്ക് കേവ്സിൻ്റെ ഉള്ളിൽ താമസിക്കാം, അല്ലെങ്കിൽ നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് താമസിക്കാം എന്നാണ് ചിന്നും മിന്നും കൂടെ പറയുന്നത്. ആൻഡ് ദെൻ ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് ദെയർ വാസ് നീഡ് ഇൻ ലൈവ്ഹുഡ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവർക്ക് ജീവിക്കണമെങ്കിൽ ഹണ്ടിങ് വേണം. അപ്പോൾ പറയുകയാണ് നമ്മൾ എങ്ങനെ ജീവിക്കും, എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ ജീവിക്കണമെന്ന് എന്നൊക്കെ എന്താണ് മിന്നു പറയുമ്പോൾ നമ്മളെ ചിന്നു പറയാണ്, നീ പേടിക്കേണ്ട, എന്ത് ചെയ്യും, ഞാൻ ഹണ്ടിങ്ങിന് പോവും, എന്താണ് ഞാൻ ഹണ്ടിങ്ങിന് പോകും കേട്ടോ. അപ്പോൾ എന്താണ്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് മിന്നു പറയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ നമ്മൾ ചിന്നു ചോദിക്കുകയാണ്, നീ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് ഹണ്ടിങ്ങിന് പോകും, നീ എങ്ങനെ ഇതാക്കും, എനിമൽസിനെയാണ് നമ്മൾ ഹണ്ട് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ അവർ പറയാണ്. ഈ പണ്ടത്തെ കാലത്ത് ആളുകളുണ്ടല്ലോ, എനിമൽസിന് അവർക്ക് പേടിയായിരുന്നു. എന്തായിരുന്നു, ആദ്യം പേടിയായിരുന്നു. എന്നിട്ട് ഇവരെന്താണ് ചെയ്തിരുന്നത്, നമ്മൾ എനിമൽസ് കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അതിൽ നിന്നും കഷ്ടിച്ച് ബാക്കി കിട്ടിയാലാണ് കഴിച്ചിരുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ഇതൊക്കെ താണ്ടി അവസാനം അവർ എനിമൽസിനെ ഭക്ഷിക്കാൻ തുടങ്ങി, ഹണ്ട് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പണ്ടത്തെ ആളുകൾക്ക് എനിമൽസിനെ പേടിയായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവത്തെ, തീയെ പേടിയായിരുന്നു, അതൊരു എനിമലാണ്, അതൊരു മൃഗമാണ് എന്നൊക്കെയായിരുന്നു മനുഷ്യരുടെ വിചാരം. ഇനി പറയുകയാണെങ്കിൽ, ഇനി ബാൻഡ്സ് വെയർ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ഈ ബാൻഡ്സ് എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റിയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ബാൻഡ്സ് എന്ന് വെച്ചാൽ നമ്മളെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ബാൻഡ്സ് ആർ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഫോർവേഡ് ദം 100 മെമ്പേഴ്സ് ബാൻഡ്സ്. ഈ ബാൻഡ്സ് എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും, 100 മെമ്പേഴ്സിനെ ഉള്ള ഒരു സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ടാവും, അതാണ് പറയുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ നമ്മളുടെ മിന്നുണ്ടല്ലോ, മിന്നു പറയാണ്, എന്താണ് മിന്നു പറയുന്നത്, ഞാൻ ഹണ്ടിങ്ങിന് പോവാം. മിന്നു ബോയ് ആണല്ലോ, അപ്പം മിന്നു പറയാണ്, എന്താണ്, ഞാൻ ഹണ്ടിങ്ങിന് പോവാം, നീ എന്ത് ചെയ്യുക, ഞാൻ തരുന്ന ഭക്ഷണങ്ങളൊക്കെ നീ എന്ത് ചെയ്യുക, ഗേദറിങ് ചെയ്യുക, ഗേദർ ചെയ്ത് വെക്കുക, എന്നാൽ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് നീ വീട്ടിലിരിക്കുക, ഞാൻ ഹണ്ട് ചെയ്ത് മൃഗങ്ങളെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ പറയാണ്. പണ്ടത്തെ കാലത്ത് എന്തായിരുന്നു, men are encouraged in hunting and women's in gathering, അങ്ങനെയായിരുന്നു. ഇനി പറയുകയാണെങ്കിൽ ഫുഡ് വാസ് നോട്ട് സ്റ്റോറേജ്ഡ്. അപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന പാലിയോളിത്തിക്കിലുണ്ടായിരുന്ന ആളുകൾ ഒരിക്കലും ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നില്ല. അവർക്ക് കിട്ടുമ്പോൾ അതങ്ങ് കഴിക്കും, അങ്ങനെയായിരുന്നു, അങ്ങനെ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഓവറായിട്ട് അവർക്ക് ഫുഡ് കിട്ടിയിരുന്നില്ല. അതായത് ആവശ്യമുള്ളത് ഇനി നമുക്ക് നാളേക്ക് വെക്കാം എന്നുള്ളൊരു സ്റ്റോറിങ്ങോ അങ്ങനെ അവരൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് കിട്ടുന്നത് അവർ കഴിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഹോബി ആയിരുന്നു അവിടെയുള്ള പാലിയോളിത്തിക്കിൽ ഉണ്ടായിരുന്ന
പീപ്പിൾസിന്. അപ്പോൾ എന്താണ് നമ്മളെ ചിന്നുവിൻ്റെയും മിന്നുവിൻ്റെയും ഹോബീസ് അങ്ങനെ ആയിരുന്നു. ഒരിക്കലും ഫുഡ് സേവ് ചെയ്ത് വെക്കാനോ ഇതാക്കി വെക്കാനോ ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാനോ ഒന്നും അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ കിട്ടുന്നത് അപ്പടി കഴിക്കുന്ന ആളുകളായിരുന്നു. നോമാഡിക് ലൈഫ് പ്രിവൈൽഡ് ആണ്, അതായത് നാടോടികളാണ്. നമ്മൾ ചിന്നു മിന്നു ആരാണ്? നാടോടികളാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ഒരു കഥ പറഞ്ഞു. എന്താണ്, നമ്മൾ ചിന്നു മിന്നിങ്ങനെ തീരുമാനിച്ചു, നമുക്ക് ഒന്നല്ലെങ്കിൽ എവിടെ താമസിക്കാം, ഗുഹയുടെ ഉള്ളിൽ താമസിക്കാം, അല്ലെങ്കിൽ പുറത്ത് താമസിക്കാം എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ നമ്മൾ ചിന്നു പറഞ്ഞു നമുക്ക് ഹണ്ട് ചെയ്യാൻ നല്ല സ്റ്റോൺ വേണം, അന്ന് ആ കാലത്ത് യൂസ് ചെയ്തിരുന്ന സ്റ്റോൺസ് വേണം എന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആൻഡ് ദെൻ ബാൻഡ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ എന്താണ്, ബ്ലഡ് റിലേഷനുള്ള ആളുകളാണ്. അതാണ് ബേസിക് യൂണിറ്റ് ആണ് നമ്മളുടെ ബാൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു നമ്മളുടെ എന്താണ്, മിന്നു പറഞ്ഞു അല്ലേ, നീ ഹണ്ടിങ്ങിനൊന്നും പോകണ്ട, നീ വീട്ടിലിരിക്കുക, എന്നിട്ട് ഫുഡ് കുക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഞാൻ പോയി ഹണ്ട് ചെയ്യാം. അതായത് മെൻ വേർ എൻകറേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൻസ് ഇൻ ഗാദറിങ് എന്ന് പറഞ്ഞു. ആൻഡ് അവരൊരിക്കലും ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ആളുകളല്ല. അവർ നല്ല നമ്മളെ പോലെ എന്താണ്, ഫുഡ് ബാക്കിയുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് നാളെ ചൂടാക്കി കഴിക്കാം, അങ്ങനത്തെ ആളുകളല്ല. അങ്ങനത്തെ ഫുഡ് കിട്ടൂല, അതിനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ അവർക്ക് ഫുഡ് കിട്ടൂല. കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യും, ഫുഡ് മുഴുവൻ കഴിക്കും. അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളുകളല്ല. ആൻഡ് അവർ നാടോടികളാണ് എന്ന് കൂടി നമ്മൾ പറഞ്ഞു. അങ്ങനെ ഈ ഒരു സ്റ്റോറിയിലൂടെ പാലിയോളിത്തിക് ഏജിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിലൂടെ പഠിച്ചു. ഇനി നമുക്ക് ഇന്ന് ഈ മെസോലിത്തിക് ഏജിനെ പറ്റി പഠിക്കാം. മെസോലിത്തിക് ഏജിനെ പറ്റി ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതായത് ഇനി ബാക്കി നമ്മുടെ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. മെസോലിത്തിക് ഏജിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഈ മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, മെസോ എന്ന് പറയുന്നത് നമ്മൾ പാലിയോളിത്തിക്കിൻ്റെ മീനിങ് പറഞ്ഞു അല്ലേ, ഓൾഡ് സ്റ്റോൺസ് എന്നാണ്. അപ്പോൾ ഓൾഡ് സ്റ്റോൺസ് എന്നുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ഒരു പാലിയോളിത്തിക് ഏജ് എന്നിട്ടത്. ഈ മെസോലിത്തിക് ഏജിന് എന്തുകൊണ്ടാണ് മെസോലിത്തിക് ഏജ് എന്ന് വരാൻ കാരണം എന്നറിയോ? മെസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു മീനിങ് ആണ് മിഡിൽ എന്നുള്ളത്. അതായത് ലിത്തിക് നമ്മൾ എല്ലായിടത്തും പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു പാലിയോലിത്തിക്കിൻ്റെ ഇതെന്താണ്, സ്റ്റോൺ എന്നുള്ളതാണ്. അപ്പോൾ മിഡിൽ സ്റ്റോൺ എന്നാണ് നമ്മുടെ മെസോലിത്തിക് എന്ന പേര് വരാനുള്ള കാരണം. മിഡിൽ സ്റ്റോൺ, അത് മെസോ എന്ന് പറഞ്ഞാൽ മിഡിൽ ആൻഡ് ലിത്തിക് എന്ന് വെച്ചാൽ സ്റ്റോൺ. അങ്ങനെ മെസോലിത്തിക് ഏജ് സെക്കൻഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. മെസോലിത്തിക് ഏജ് ഈസ് എ സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ദ പാലിയോലിത്തിക് ആൻഡ് നിയോലിത്തിക്. അതായത് ഈ നിയോലിത്തിക്കിൻ്റെയും പാലിയോലിത്തിക്കിൻ്റെയും ഇടയിലാണ് നമ്മുടെ മെസോലിത്തിക് വരുന്നത്. അതായത് നമ്മൾ പാലിയോലിത്തിക്കിന് എന്തായിരുന്നു, നല്ല അവർ സാധാ ഒരു ജീവിതമാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാ കിട്ടുന്ന സ്റ്റോൺസ് വെച്ചിട്ട് തന്നെ അവർ ഇതാക്കുന്നു. നമ്മളെ മെസോലിത്തിക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവർ കുറച്ച് റഫാക്കി, കുറച്ച് ഷാർപ്പാക്കി, അതേപോലെ അതിനെ ഷേപ്പിനനുസരിച്ച് ഇതാക്കി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ മെസോലിത്തിക്കിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെ പറയുകയാണെങ്കിലും നിയോലിത്തിലേക്ക് അതിനെക്കാട്ടി മാറും. നമ്മൾ മെസോലിത്തിക്കിനെക്കാട്ടി നിയോലിത്തിലേക്ക് വരുമ്പോൾ അതെന്ത് ചെയ്യും, മാറും. There are smaller tools than the ones used in Paleolithic age. പാലിയോളിത്തിക് ഏജിൽ എന്ന് വെച്ചാൽ പെരന്ന നല്ല നീളമുള്ള നല്ല വീതിയുള്ള ടൂൾസൊക്കെ ആയിരുന്നു. ഈ നമ്മൾ നിയോലിത്തിക്കിൽ എത്തിയപ്പോഴേക്കും അവർ സ്മോൾ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി. സ്മോൾ ആയിട്ടുള്ള ചെറുതായിട്ടുള്ള സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ഒരു മിഡിൽ വരുന്ന ടൂൾസും അതേപോലെ സ്മോൾ ആയിട്ടുള്ള ടൂൾസും ഒക്കെ അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. ദിസ് ഈസ് എ പീരീഡ് വെൻ മെസോലിത്തിക് വെരി സ്മോൾ ടൂൾസ്, നല്ല സ്മോൾ ടൂൾസ് ആയിരുന്നു അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ മെൻഷൻഡ് ദാറ്റ് ഡെവലപ്പ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. ആ ഒരു സമയത്ത് തന്നെ നമ്മളുടെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതായത് പാലിയോളിത്തിക്കിൽ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ മെസോലിത്തിക് എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിൽ വരെ
ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. ഭീംബേദ്ക ആൻഡ് ലെഗ്ജോവർ, അങ്ങനെ ഒരുപാട് ലെഗ്ജോവർ എന്നൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ തന്നെ നമ്മൾ എന്താണ് അവർ വരച്ചിരുന്ന ഓരോ പിക്ചേഴ്സാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ ഒരു പിക്ചേഴ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ലെഗ്ജോവറിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പിക്ചറിൽ തന്നെ ഒരുപാട് ഫിഷിൻ്റെ പിക്ചേഴ്സ് ഉണ്ട്. അതായത് അവർ ആ ഒരു ടൈമിൽ തന്നെ ഫിഷിങ്, അത് ഫുഡ് ആക്കാൻ പറ്റും, ഫിഷിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അവർ ആ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു ലെക്ചർ ഈ ഒരു പിക്ചർ അവിടെ കൊടുക്കാം. ഈ ഒരു പിക്ചറിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് അവർക്കും ഉണ്ടായിരുന്നു എന്ത് ഡൊമസ്റ്റിക് അനിമൽസൊക്കെ, പെറ്റ് അനിമൽസ് ഉണ്ടായിരുന്നു. കുറേ ഡൊമസ്റ്റിക് അനിമൽസ് തന്നെ അവരുടെ ഇതിലുണ്ടായിരുന്നു. അതേമാതിരി തന്നെ പിന്നെ എന്താണ് കുറേ ഗ്രൂപ്പ് ഡാൻസ് അവർ കളിച്ചിരുന്നു എന്നുള്ളൊരു പിക്ചർ നമുക്ക് കാണാം. ഒരുപാട് എന്താണ് ഇത് എന്ത് ഡാൻസാണാവോ, എന്തായാലും ഡാൻസ് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഹോം പോലെ ചിത്രം വരച്ച് അവിടെ എന്താണ് കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ ജോളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം, അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ ഉള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ കാണിച്ച് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മെസോലിത്തിക്കൽ പാലിയോലിത്തിനെക്കാട്ടിലും കുറേ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ പീപ്പിൾ കമ്മ്യൂണിക്കേഷനിൽ കുറേ ഡിഫറൻസ് വന്നു നമ്മൾ പറഞ്ഞു മെസോലിത്തിക്കിൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ നാളെ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യും. നമുക്കിത് പാർട്ട് 2 അവസാനിപ്പിക്കാവുന്നുള്ളൂ, കാരണം അധികമൊന്നുമില്ല, ഒരു ചെറിയ ചാപ്റ്ററാണ്. പിന്നെ നമ്മൾ കൂടുതലും 8th പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, എന്താണ് 8th പഠിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വേറൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ ബൈ.